ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ജോഗ്രഫിയുടെ. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് മാപ്പൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. കുറേ റീജിയൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് തരും. ക്ലിയർ അല്ലേ? സോഷ്യലിലുള്ളൊരു അല്ലെങ്കിൽ ജോഗ്രഫിയിലുള്ളൊരു പ്രത്യേകതയാണ് മാപ്പ് മാർക്ക് ചെയ്യാനുണ്ടാവും. എന്തായാലും 4 മാർക്കിന് അത് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ വർഷവും എന്തുണ്ടാവും, ഇതേപോലെ മാപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് എക്സ്ട്രാ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതായിരിക്കും, അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷേ ഫസ്റ്റ് ചാപ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചാപ്റ്ററിന്റെ കണ്ടന്റും ക്വാണ്ടിറ്റിയും ഒക്കെ കുറവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ പേരാണ് ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, അപ്പോൾ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ക്ലൈമറ്റ് ഉള്ള ഒരു വലിയ ഏരിയകളെ നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ക്ലൈമറ്റ് അനുഭവപ്പെടുന്ന വലിയ വലിയ ഏരിയാസിന് നമുക്ക് ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? അതും ക്ലൈമറ്റ് ചേഞ്ചും തമ്മിലുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ കണ്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഏതൊക്കെയാണ് ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് നോക്കാം. ഓക്കെ, 8 ക്ലൈമാറ്റിക് റീജിയൻസ് ആണ് നമുക്കുള്ളത്. അതിൽ 8 എണ്ണവും നമുക്ക് പേരുകൾ പഠിച്ചു വെക്കുക, അറിഞ്ഞു വെക്കുക. കാരണം ഇതിൽ 2 എണ്ണം ആദ്യം പറയുന്നതും അവസാനം പറയുന്നതും നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കോഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പോവാം. അപ്പോൾ ക്ലൈമാറ്റിക് റീജിയൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിന് പറ്റിയ കോഡ് ശ്രദ്ധിച്ചോളൂ. ഇ, ഒന്നാമത്തേതാണ് ഇ. രണ്ടാമത്തത് മോൻ. ഈ മോന്റെ പേര് എന്താണെന്നറിയോ? സാവൻ എന്നാ പേര്. ഈ മോന്റെ പേര് സാവൻ. ഓക്കെ അല്ലേ? സാവൻ എന്താടാ? ടെമ്പറേച്ചർ കൂടിയേക്കനാണ്. ഓക്കെ, ടെമ്പറേച്ചർ കൂടി. അപ്പൊ ഈ മോന്റെ പേരെന്താ? സാവൻ. ഈ മോന്റെ പേരെന്താടാ? സാവൻ. ആ സാവന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്ത്? കൂടി. ടെമ്പറേച്ചർ കൂടിയാൽ എന്താ പറയാ? അവൻ ഹോട്ടായി. അവൻ എന്താ എടാ? ഹോട്ട്. ക്ലിയർ അല്ലേ? ടെമ്പറേച്ചർ കൂടി ഹോട്ടായി, അതായത് പനിയായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ അങ്ങനെ വന്നപ്പോ അവന് നേരെ എന്ത് ചെയ്ത്? മെഡിക്കൽ ഷോപ്പിൽ പോയി മെഡിസിൻ വാങ്ങി. മെഡിസിൻ വാങ്ങിച്ചു. ക്ലിയർ അല്ലേ? മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോ അവിടെയുള്ള കടക്കാരൻ, അവിടെയുള്ള ഷോപ്പിലുള്ള ആള്, അദ്ദേഹം കൊടുത്തത് എന്താണെന്നറിയോടാ? ടൈഗർ ബാം ആണ്. ടൈഗർ ബാം. പനിയായിട്ട് വിറച്ച് ചെല്ലുന്ന സമയത്ത് കൊടുത്തത് എന്താ? ടൈഗർ ബാം. എന്നിട്ട് ബാം കൊടുത്തത് കുഴപ്പമില്ലടാ. എന്നിട്ട് പറഞ്ഞെന്താ പറയോ? തിന്നടാന്ന്. ബാം തിന്നാൻ. പക്ഷെ ആ കടയിലുള്ള ആൾ എന്താന്ന് പറയുക? തമിഴനായിരുന്നു. അപ്പൊ അയാൾ തിന്നടാന്ന് പറയൂലല്ലോ. അയാൾ പറഞ്ഞ തുണ്ട്രാ. അങ്ങനെയാണ് അവർ പറയാം. അപ്പൊ നമുക്ക് കോഡ് ഒന്നും കൂടി നോക്കാം. ഈ മോന്റെ പേരെന്താ? സാവൻ. സാവൻ എന്ത് കൂടി എന്നാ പറഞ്ഞ? ടെമ്പറേച്ചർ കൂടി. ടെമ്പറേച്ചർ കൂടിയാൽ എന്താ അവിടെ? ഹോട്ടാവും. ഹോട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്ത്? മെഡിസിൻ വാങ്ങിക്കണം. വയ്യ, വീട്ടിലിരിക്കാൻ വയ്യ, പുറത്തു പോകാൻ വയ്യ, ആകെ ഒരു മരവിപ്പും തളർച്ച ഇതൊക്കെയാണ്. അപ്പൊ നേരെ മെഡിസിൻ വാങ്ങിക്കാൻ പോയി. പനിയായിട്ട് മെഡിസിൻ വാങ്ങിക്കാൻ പോയപ്പോ ആ തമിഴൻ കൊടുത്തതെന്നാണ്? ടൈഗർ ബാം എടുത്തിട്ടാണ് തേക്കാനല്ലേ പറഞ്ഞത്? തിന്നടാന്നാണ് പറഞ്ഞത്. അല്ല, തമിഴനല്ലേ, തിന്നാൻ പറയാൻ പറ്റുമോ? തുണ്ട്രാ ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ആ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് നോക്കാം. ഇതിൽ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഒന്നാമത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. രണ്ടാമത്തതാണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. നമ്മുടെ ഇന്ത്യയൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പൊ രണ്ടാമത്തെ റീജിയൻ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. മൂന്നാമത്തത് സാവൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ. മൂന്നാമത്തത് സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ നോക്കാം. ടെമ്പറേച്ചർ കൂടി എന്നല്ലേ പറഞ്ഞത്? ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്. അപ്പൊ നാലാമത്തെ നമ്മൾ കഴിഞ്ഞു. അടുത്തായി ഹോട്ട് എന്നാ പറഞ്ഞത്. ഹോട്ട്, ചൂടുള്ള സ്ഥലം ഏതാ? അതെ, അത് ഡെസേർട്ട് ആണ് അല്ലെ? അപ്പൊ ഹോട്ട് ഡെസേർട്ട്. അപ്പൊ നാലാമത്തെ നമ്മൾ പഠിച്ചു, ഹോട്ട് ഡെസേർട്ട്. അടുത്തത് മെഡിസിൻ വാങ്ങാൻ പോയി എന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ മെഡി എടുക്കുക. ക്ലിയർ അല്ലേ? മെഡി ടെറസിന്റെ ഒക്കത്തായിരുന്നു കട എന്ന് വിചാരിക്കുക. മെഡിറ്ററേനിയൻ. എന്താടാ? മെഡിറ്ററേനിയൻ. നോക്കാം, മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. ഇനി ടൈഗർ ബാം ആണ് കൊടുത്തത് അല്ലെ? അതിൽ 6 വേണ്ട കേട്ടോ നമുക്ക്. ടൈഗർ. അടുത്ത റീജിയൻ എന്താണ്? ടൈഗ റീജിയൻ. ക്ലിയർ അല്ലേ? അടുത്ത തിന്നാനല്ലേ പറഞ്ഞത്? തുണ്ട്രാന്നല്ലേ പറഞ്ഞത്? ആ റീജിയന്റെ പേര് അങ്ങനെ തന്നെ, തുണ്ട്ര. അപ്പൊ നമുക്കൊന്ന് സമപ്പ് ചെയ്യാം. ആദ്യമായിട്ട് ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, രണ്ടാമത്
മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ, മൂന്നാമത്തത് സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ, നാലാമത്തത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്, പിന്നെ ഹോട്ട് ഡിസേർട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ, ടൈഗ റീജിയൻ ആൻഡ് തുന്ദ്ര റീജിയൻ. ഇത്രയും റീജിയൻസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഭൂമിയിൽ പല ഭാഗങ്ങളിലായിട്ട് ക്ലൈമറ്റ് എന്താ പറയാ റീജിയൻസ്, പല രീതിയിലുള്ള ക്ലൈമാറ്റിക് റീജിയൻസ് ആണ് ഇതുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടി 8 എന്തൊക്കെയാണെന്നുള്ള കാര്യം. ക്ലിയർ അല്ലേ? ഇതിൽ മഴ വരുന്ന കൂടുതലുള്ള ഭാഗമാണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. കാറ്റ് വളരെ കുറവുള്ള ഭയങ്കര ചൂട് കൂടിയ ഭാഗമാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. വളരെയധികം തണുത്ത് ഉറച്ചു കിടക്കുന്ന റീജിയൻ ആണ് തുന്ദ്ര റീജിയൻ. ക്ലിയർ അല്ലേ? അങ്ങനെ പല പല ക്ലൈമറ്റുള്ള റീജിയൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് കോളം ബിയും കോളം എയും മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കുക. അപ്പോൾ ഒന്നാമതാണ് ഹോട്ട് ഡെസേർട്ട്. ഹോട്ട് ഡെസേർട്ടുമായി ബന്ധപ്പെട്ട ലാനോസ് ഗ്രാസ് ലാൻഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഗ്രാസ് ലാൻഡ് ആണോ ഡെസേർട്ട്? അപ്പൊ അതല്ല, അത് മാച്ച് ആവില്ല. അടുത്തത് റിസീവ്ഡ് ആൻ ആനുവൽ റെയിൻഫോൾ റേഞ്ചിങ് ഫ്രം 50 to 70 സെന്റിമീറ്റർ. 50 to 70 സെന്റിമീറ്റർ മഴ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? അവിടെ പെയ്യുന്ന പറയണം. ശരിയാണോ? അത്ര മഴ ഒന്നും അവിടെ പെയ്യൂല. അപ്പൊ അതും മാച്ച് അല്ല. ആവറേജ് ആനുവൽ ടെമ്പറേച്ചർ ഈസ് 30 ഡിഗ്രി സെൽഷ്യസ്. 30 ഡിഗ്രി സെൽഷ്യസ് അവിടെ എന്ത് കിട്ടുന്നുണ്ട്? ആനുവൽ ടെമ്പറേച്ചർ കിട്ടുന്നുണ്ട്. അത് ശരിയാണ്. ഇനി ലൊക്കേറ്റഡ് മോസ്റ്റ്ലി അലോങ് ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ദ കോണ്ടിനെന്റ്. കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ മാർജിൻസിൽ എന്ത് ചെയ്യാറുണ്ട്? ഈ ഡെസേർട്ട് രൂപപ്പെടാറുണ്ട്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ? അതും ശരിയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് സിയും ഡിയുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. സിമ്പിളാടാ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോ. ഞാൻ ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. റൈറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫോൾസ്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ഒന്നുമല്ല 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കണം. ഒന്നാമത്തെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ ബിലോങ് ടു ട്രോപ്പിക്കൽ റീജിയൻ. ട്രോപ്പിക്കൽ റീജിയനിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. അടുത്തതാണ് തുന്ദ്ര ആൻഡ് ടൈഗ ബിലോങ് ടു ഫ്രിജിഡ് സോൺ. അധികം ചൂടൊന്നും എത്താത്ത ഒരു സോണിലാണ് ഇത് കിടക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 4 ഓപ്ഷൻസ്, ഓൺലി 1 ഈസ് ട്രൂ, ഓൺലി 2 ഈസ് ട്രൂ, ബോത്ത് 1 and 2 ആർ ട്രൂ, ബോത്ത് 1 and 2 ആർ ഫോൾസ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആ ഉള്ളത്. അതിന്റെ ആൻസർ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. രണ്ടും എന്താണ്? കറക്റ്റ് ആണ്. രണ്ടും ട്രൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? 0 to 10 ഡിഗ്രി വരെയാണ് എന്തുള്ളത്? 0 to 10 ഡിഗ്രീന്റെ ഇടയിലാണ് ആരുള്ളത്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഉള്ളത്. അതിന് തൊട്ടടുത്തായിട്ടാണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ഉള്ളത്. എന്നാൽ 10 to 30 ഡിഗ്രിക്ക് ഇടയിലായിട്ടാണ് ആരുള്ളത്? സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ ഉള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് തുന്ദ്രയും ടൈഗയും തണുത്തുറച്ച ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ആ റീജിയൻ ആണ്. അപ്പൊ രണ്ടും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഐഡന്റിഫൈ ദ ക്ലൈമാറ്റിക് റീജിയൻ ദാറ്റ് ലൈസ് നോർത്ത് ഓഫ് ദ ആർട്ടിക് സർക്കിൾ. ആർട്ടിക് സർക്കിളിന്റെ നോർത്തിലുള്ള ഒരു റീജിയൻ ആണ് കേട്ടോ, ഒരു ക്ലൈമാറ്റിക് റീജിയൻ ആണ്. വാട്ട് ആർ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് റീജിയൻ? എന്താണ് ആ ക്ലൈമാറ്റിക് റീജിയന്റെ ഫീച്ചേഴ്സ്? നമുക്കറിയാം ആർട്ടിക്ക അന്റാർട്ടിക്ക എന്നൊക്കെ പറയുമ്പോൾ പോൾസിലാണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പോൾ ആർട്ടിക് സർക്കിളിലുള്ളത് തുന്ദ്ര റീജിയൻ ആണ്. ഓക്കെ, സൺലൈറ്റ് വളരെ കുറവ് കിട്ടുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ സണ്ണിൽ നിന്നുള്ള ടെമ്പറേച്ചർ വളരെ കുറവ് കിട്ടുന്ന ഒരു സ്ഥലമാണ് തുന്ദ്ര റീജിയൻ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തത്, ഒരു വർഷം മുഴുവനും അവിടെ തണുപ്പായിരിക്കും. ക്ലിയർ ആണോ? മറ്റുള്ള ചൂടോ അല്ലെങ്കിൽ മീഡിയം ആയിട്ടുള്ളൊരു ടെമ്പറേച്ചറോ മോഡറേറ്റ് ടെമ്പറേച്ചറോ ഒന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ എന്തായിരിക്കും? തണുത്ത് ഒരു വർഷം മുഴുവൻ അവിടെ എന്തായിരിക്കും? തണുപ്പായിരിക്കും. വർഷം മുഴുവനും തണുപ്പ്. ട്രീസ് ആർ ജനറലി ആബ്സെന്റ്. കാരണം എന്താണ്? അവിടെ എല്ലാം മഞ്ഞുകൊണ്ട് മൂടിയേക്കുന്നതാണ്. അതുകൊണ്ട് വലിയ വലിയ മരങ്ങളൊന്നും അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ക്ലിയർ അല്ലേ? ആബ്സെന്റ് ആണ്. ദ മെയിൻ ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ ആർ മോസസ്, ലിച്ചസ് ആൻഡ് ഷ്രബ്സ്. ചെറിയ ചെറിയ കുറ്റിച്ചെടികളും ചെറിയ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ. ദ നേറ്റീവ് പീപ്പിൾസ്, ഇനി അവിടെയുള്ള ആളുകളെ വിളിക്കുന്ന പേര് നോക്കിയടാ, എസ്കിമോസ്. എന്ത് മോസ്? എസ്കിമോസ്. അടുത്ത ലപ്പാസ്. നല്ല പേരുകളാണ്. ഇവര് ഒരു സെമി നൊമാഡിക് ലൈഫാണ് ജീവിക്കുന്നത്. അതായത് നാടോടികളെ പോലെയൊക്കെയാണ് ഇവർ ജീവിക്കുക. കാരണം തണുത്ത റീജിയൻ ആണ്. അവര് എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാതെ പല പല സ്ഥലങ്ങളിലേക്ക് അവർ മാറി മാറി താമസിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ആ സ്ഥലത്തിന്റെ പേര്, ടൈഗ റീജിയനും അതിന്റെ ഫീച്ചേഴ്സും. ഇവരുള്ളത് എവിടെയാണ്? ആർട്ടിക് സർക്കിളിന്റെ അവിടെയാണ്. ക്ലിയർ അല്ലേ? ഈ ഒരു സ്ഥലം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഓപ്ഷനിലേക്ക് കടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് മാപ്പിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി തരും. ക്ലിയർ ആണോ?
അപ്പോൾ മാപ്പിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി തരുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇതിന്റെ പേര് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി നോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് മാപ്പ് മാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ നോക്കാം, ദ ക്ലൈമാറ്റിക് റീജിയൻ വിത്ത് ദ ഹയസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സിട്രസ് ഫ്രൂട്ട്. സിട്രസ് ഫ്രൂട്ട് ഉണ്ടാക്കുന്നതിൽ, പ്രൊഡക്ഷൻ ചെയ്യുന്നതിൽ ഏറ്റവും ലീഡിങ്ങിൽ നിൽക്കുന്ന ക്ലൈമാറ്റിക് റീജിയൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. സദേൺ ഹെമിസ്ഫിയറിലുള്ള ലാർജസ്റ്റ് ഡെസേർട്ട്, വലിയ മരുഭൂമി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, അത് ഓസ്ട്രേലിയൻ ഡെസേർട്ട് ആണ്. ക്ലിയർ അല്ലേ? ഓസ്ട്രേലിയൻ ഡെസേർട്ട് ആണ് ഏറ്റവും വലിയ, സദേൺ ഹെമിസ്ഫിയറിലെ കാര്യമാണ് പറഞ്ഞത്. അടുത്തത്, എ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ ഏഷ്യ വെയർ എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡെസിഡസ് ട്രീസ് ആർ മോർ കോമൺ. ഒരു ക്ലൈമാറ്റിക് റീജിയനിൽ, ഏഷ്യയിലുള്ള ഒരു ക്ലൈമാറ്റിക് റീജിയൻ ആണ് അവിടെ എവർഗ്രീൻ ഫോറസ്റ്റും ഉണ്ട്, എന്തുണ്ട്, ട്രോപ്പിക്കൽ ഡെസിഡസും ഉണ്ട്. എന്താണ് എവർഗ്രീൻ ഫോറസ്റ്റ്? അവിടെ എപ്പോഴും പച്ചപ്പായിരിക്കും, പച്ചപ്പും ഹരിതാപവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. എന്നാൽ ഡെസിഡസ് എന്ന് പറഞ്ഞാൽ ഇല കൊഴിയുന്ന കാടുകളാണ്, ഇല ഇങ്ങനെ കൊഴിയും. ക്ലിയർ അല്ലേ? ചില മരങ്ങളിൽ നിന്ന് ഇല ഇങ്ങനെ വീഴാൻ കണ്ടിട്ടില്ല, നല്ല രസമാണ് നമുക്ക് അതിലൂടെയൊക്കെ നടക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ആ സ്ഥലമാണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. ക്ലിയർ ആണോ? അടുത്തതാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ആഫ്രിക്കയിലുള്ളതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സാവന്ന എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ അവസാനത്തെ അക്ഷരം കണ്ട അന്ന അല്ലെങ്കിൽ ആന, സാവാന, അങ്ങനെ വല്ലതും പഠിച്ചു വെക്കുക. സാവാന അല്ലെങ്കിൽ ആന. ഈ ആന എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആന ഏതാണെന്നറിയോ? ആഫ്രിക്കൻ ആനയാണ്, ആഫ്രിക്കൻ ആന. ക്ലിയർ അല്ലേ? അപ്പൊ സാവന്ന ഉള്ളത് എവിടെയാണ്? ആഫ്രിക്കൻ ഇതിലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്, ഏത് സ്ഥലമാണെന്ന് ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ഇത് മാപ്പിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്തതിൽ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ക്ലൈമാറ്റിക് റീജിയൻ ഇൻക്ലൂഡ് ഗ്രാസ് ലാൻഡ്സ് നോൺ ആസ് സ്റ്റെപ്സ്. സ്പെല്ലിംഗ് നോക്കണേ, സാധാരണ സ്റ്റെപ്പ് അല്ല, നമ്മൾ കയറി കോണിപ്പടിയൊന്നും അല്ല. ഈ അവിടെ ആൾക്കാരെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമാറ്റിക് റീജിയനെ വിളിക്കുന്ന പേരാണ്, ആൾക്കാരെയല്ല, ക്ലൈമാറ്റിക് റീജിയനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി മെൻഷൻ ദ സാലിയൻ ഫീച്ചർ ഓഫ് ക്ലൈമാറ്റിക് റീജിയൻ. 3 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മെൻഷൻ ദ അവിടുത്തെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. മൂന്നാമത്തത് ലിസ്റ്റ് ദ ഗ്രാസ് ലാൻഡ് ഫൗണ്ട് അതർ പാർട്ട് ഓഫ് ദ വേൾഡ്. വേറെ സ്ഥലങ്ങളിലുള്ള ഗ്രാസ് ലാൻഡുകളുടെ പേരെന്താണെന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ് അതിന്റെ ഒന്നാമത്തെ ആൻസർ. ക്ലിയർ ആണോ? സ്റ്റെപ്സ് എന്ന് പറയുന്ന ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഏതാണ്? ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. ക്ലിയർ അല്ലേ? നമ്മൾ ആദ്യം അതിന്റെ കോഡ് പറഞ്ഞ ടെമ്പറേച്ചർ കൂടി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. ഇനി അവിടുത്തെ ഫീച്ചേഴ്സ് പറയാം. ഒന്നാമത്തെ ഫീച്ചർ നോക്കിയടാ, ഷോർട്ട് സമ്മർ ആണ്. ക്ലിയർ അല്ലേ? അതായത് വേനൽക്കാലത്തിന്റെ അളവ് കുറവാണ്, സമ്മർ സീസൺ കുറവാണ്. ആൻഡ് ലോങ് വിന്റേഴ്സ്, അവിടെ എന്താ കൂടുതൽ? വിന്റേഴ്സ് ആണ് കൂടുതൽ. അപ്പൊ 1-2 ഫീച്ചേഴ്സ് പഠിച്ചിട്ടാ, ഷോർട്ട് സമ്മർ, ലോങ് വിന്റർ. ഇനി അടുത്ത ആവറേജ് വിന്റർ ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് വിന്ററിലുള്ള എന്തെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മഴ കിട്ടുന്നത് നോക്കിയടാ, 25 സെന്റിമീറ്റർ ടു 60 സെന്റിമീറ്റർ. ക്ലിയർ ആണോ? അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ഫീച്ചേഴ്സ്. ഷോർട്ട് സമ്മർ ആണ്, ലോങ് വിന്റർ ആണ്. പിന്നെ അതേപോലെ തന്നെ വിന്ററിലുള്ള ടെമ്പറേച്ചർ എവിടെ മുതൽ എവിടെ വരെ വരാം? 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് ആനുവലി ആ ഒരു റേഞ്ചിലായിരിക്കും വരിക. ഇനി ഇതിന്റെ മറ്റുള്ള ഏരിയാസിലുള്ള പേരുകൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 2 ഹെമിസ്ഫിയറിലുള്ള പേരുകളാണ്, പമ്പാസ്, വെൽഡ്, ഡൗൺ, അതേപോലെ തന്നെ പ്രൈറീസ്. 40 to 50 ഡിഗ്രി സെൽഷ്യസ് 2 ഹെമിസ്ഫിയറിലും, സെൽഷ്യസ് അല്ല, 40 to 50 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിനിടയിലാണ് ഇവിടെ ഉള്ളത്. 40ന്റെയും 50ന്റെയും എന്തിലാണുള്ളത്? അവരുടെ ലാറ്റിറ്റ്യൂഡ്സിനിടയിലാണ് ഇവര് ഈ ഒരു റീജിയൻ നിൽക്കുന്നത്. അപ്പൊ പല രാജ്യങ്ങളും പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ പേരുകൾ കൂടി നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ 5ാമത്തെ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് 6ാമത്തേലേക്ക് നടക്കാം. ഇവിടെ തന്നിരിക്കുന്നത് മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ ക്ലൈമാറ്റിക് റീജിയൻസും ഉണ്ട്, അത് അവിടെ ഉള്ള ഓരോ ജനങ്ങളുടെ പേരുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മളെല്ലാം ആരാടാ? മലയാളികളാണ്. നമ്മൾ എവിടെ ഉള്ളവരാണ്? കേരളം. അപ്പൊ കേരളത്തിലുള്ളവരെന്താണ്? മലയാളികൾ. ഇതന്നെ ബംഗാളിലുള്ളവരാണെങ്കിലാ ബംഗാളികൾ. പക്ഷെ നമ്മൾ ബീഹാർ വന്നാലും മറ്റുള്ള ഹിന്ദിക്കാർ ആര് വന്നാലും നമ്മൾ പറയാം എന്താ? ബംഗാളികൾ എന്നാണ് അല്ലേ? അപ്പൊ അതേപോലെ ഓരോ സ്ഥലത്തുള്ളവർക്ക് ഓരോ പേരുകളുണ്ട്. അപ്പൊ ഇവിടുത്തെ ട്രൈബ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ വിളിക്കുന്ന പേര് എന്താന്ന് നമുക്ക് നോക്കണം.
അപ്പൊ ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ ഉണ്ട്, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഉണ്ട്, തുന്ദ്ര റീജിയൻ ഉണ്ട്, ഹോട്ട് ഡെസേർട്ട് ഉണ്ട്. ഇവിടത്തേക്ക് ആളുകളാണ് മാറ്റിമറിച്ച തന്നിരിക്കുന്നത്. നമുക്കത് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അപ്പൊ നോക്കാം, ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ നോക്കാം. ഒന്നാമത്തെ സാവന്നയിലുള്ള റീജിയൻ ആണ്. സാവന്ന റീജിയൻസിലുള്ള ആളുകളെ നമുക്ക് എന്ത് വിളിക്കാം? മാസൈ എന്ന് വിളിക്കാം. എന്താ വിളിക്കാം? മാസൈ. ഓക്കെ, ഒരു തമിഴ് ടച്ച് ഉള്ള പേര്. അടുത്താണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലുള്ള ആളുകൾ. അവരെ നമുക്ക് പിഗ്മി എന്ന് വിളിക്കാം. എന്താ വിളിക്കാം? പിഗ്മി ട്രൈബ്സ് അല്ലെങ്കിൽ പിഗ്മി എന്ന് വിളിക്കാം. ഇനി അതേപോലെ തന്നെ തുന്ദ്ര റീജിയനിലുള്ളവരെ നമ്മൾ ലപ്പാസ് എന്ന് വിളിക്കാം. ഓക്കെ, അടുത്തതായി ഹോട്ട് ഡെസേർട്ടിലുള്ളവരാണ്. ഹോട്ട് ഡെസേർട്ടിലുള്ളവർ നമുക്ക് ബുഷ്മെൻ എന്നും വിളിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ അവിടെയുള്ള ആളുകളെ പേരുകൾ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഏത് ഓപ്ഷനെ കറക്റ്റ് നോക്കാം. എ എന്ന് പറയുന്നത് 2 ആണ്. എ എന്ന് പറയുന്നത് 2. അപ്പോൾ എ എന്ന് പറഞ്ഞത് 2, ഇത് കറക്റ്റ് ആണ്. ബി എന്ന് പറയുന്നത് 4 ആണ്. ബി എന്ന് പറഞ്ഞാൽ 4, കറക്റ്റ്. അടുത്തത് സി എന്ന് പറയുന്നത് തുന്ദ്ര റീജിയന്റെ നേരെ വരുന്നത് ലപ്പാസ് 1 ആണ്. അപ്പൊ അതും കറക്റ്റ് ആണ്. തുന്ദ്ര ഹോട്ട് ഡെസേർട്ട് വരുന്നത് ബുഷ്മെൻ, അത് മൂന്നാമത്തതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്തു വന്ന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചൂസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് റിലേറ്റഡ് ടു സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ. ഇപ്പൊ സാവന്ന 2-3 പ്രാവശ്യമായി വരുന്നതല്ലേ. ആഫ്രിക്കയിലുള്ള ആഫ്രിക്കൻ റീജിയൻസിൽ വരുന്ന ഒരു ക്ലൈമാറ്റിക് റീജിയൻ ആണ് സാവന്ന. അപ്പൊ അതിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ കറക്റ്റ് ആണോ നോക്കാം. ഒന്നാമത്തത് ഗ്രാസ് ലാൻഡ് ഫൗണ്ട് ബിറ്റ്വീൻ 10 degrees Celsius and 30 degree latitude. സോറി, സെൽഷ്യസ് അല്ല, 10 degree and 30 degree ലാറ്റിറ്റ്യൂഡ്സ് ആണ് ഇൻ ബോത്ത് ഹെമിസ്ഫിയർ. 2 ഹെമിസ്ഫിയറിലും 10ന്റെയും 30ന്റെയും ഇടയിലുള്ള ലാറ്റിറ്റ്യൂഡ്സിലാണ് എന്ത് ചെയ്യുന്നത്? ഈ റീജിയൻ ഉള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ശരിയാണോ നോക്കണം. ഡ്രൈ സമ്മർ ആൻഡ് ഹ്യൂമിഡ് വിന്റർ ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഡ്രൈ ആയിട്ടുള്ള സമ്മറും ഒരു ഈർപ്പമൊക്കെ ഉള്ള വിന്റർ ആണ് അവിടെ ഉണ്ടാവുന്നത്. ഡെസിഡസ് ട്രീസ് ആൻഡ് ടോൾ ഗ്രാസസ് ആർ ദ ഡൊമിനന്റ് ടൈപ്സ് ഓഫ് വെജിറ്റേഷൻ. അപ്പോൾ ഇല പൊഴിയുന്ന കാടുകളും വലിയ വലിയ പുല്ല് മേടുകളൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ മെയിൻലി കൾട്ടിവേറ്റഡ്. അവിടെ മെയിൻ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് നോക്കാം. ഗ്രാസ് ലാൻഡ് ഫൗണ്ട് ബിറ്റ്വീൻ 10 degree and 30 degree കറക്റ്റ് ആണ്. പിന്നെ അവിടെ വരുന്നത് ഡ്രൈ സമ്മർ ആൻഡ് ഹ്യൂമിഡ് വിന്റർ, അങ്ങനെയുള്ള കാര്യമല്ല അവിടെ വരുന്നത്. ഡെസിഡസ് ട്രീസ് ഉണ്ട്, പിന്നെ അവിടെ ഗ്രാസസ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ എ ആൻഡ് സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. എ ആൻഡ് സി. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഓരോ ചാപ്റ്ററിൽ നിന്നും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിയോ ഇൻഫർമേഷൻ മാപ്പിൽ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് മാപ്പിൽ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ കറക്റ്റ് ഏതൊക്കെയാണ് ആ വേർഡ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് സ്ഥലങ്ങളാണെന്ന് മാത്രം നമ്മളിപ്പോൾ എന്ത് ചെയ്യാം? പറഞ്ഞു തരാം. അടുത്തതിൽ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ നോക്കാം. ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ്. ഇവിടെ സദേൺ ഹെമിസ്ഫിയർന്നോ നോർത്തേൺ ഹെമിസ്ഫിയർന്നോ ഒന്നും പറയുന്നില്ല. വേൾഡിലെ ഏറ്റവും വലിയ ഡെസേർട്ട് ഏതാന്നാ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും വലിയ മരുഭൂമി ഏതാന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് സഹാറ ഡെസേർട്ട് ആണ്. അപ്പോൾ സഹാറ ഡെസേർട്ട്. രണ്ടാമത്തത് ദ ക്ലൈമാറ്റിക് റീജിയൻ ഫൗണ്ട് അലോങ് ദ കോസ്റ്റ് ഓഫ് മെഡിറ്ററേനിയൻ സീ. പേര് തന്നെയുണ്ട് കേട്ടോ. മെഡിറ്ററേനിയൻ സീയുടെ കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിനടുത്തുള്ള ഒരു ക്ലൈമാറ്റിക് റീജിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ പേര് തന്നെ ഇട്ടാൽ മതി അതില്. മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. അടുത്ത ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ഏഷ്യ. ടെമ്പറേറ്റ് ഗ്രാസ്, ഏഷ്യയിലുള്ള ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിന്റെ പേര് എന്താണ്? ഇതൊക്കെ ഒന്ന് പഠിച്ചേക്കണം കേട്ടാ. പല സ്ഥലങ്ങളിലും പല പല പേരുകളുണ്ട്, കുറെ പേരുകൾ പഠിക്കാനുണ്ട്. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കുക. സ്റ്റെപ്സ് എന്നാ വിളിക്കുക. ഇതിനു മുമ്പുള്ള തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു
എന്നിട്ട് നമ്മൾ അതിന്റെ സൈലന്റ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ എഴുതിയതാണ്. അപ്പൊ ഇത് നോക്കാം, സ്റ്റെപ്സ് എന്നാണ് അതിന്റെ പേര്. അടുത്തതാണ് ദ ക്ലൈമാറ്റിക് റീജിയൻ വേർ ദ കോണിഫറസ് എവർഗ്രീൻ ട്രീസ് ആർ ഫൗണ്ട് ഇൻ അബണ്ടൻസ്. കുറെ കോണിഫറസ് ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോണ് പോലെ ഇരിക്കുന്ന ട്രീകളാണ്. ക്ലിയർ അല്ലേ? മാവ് കോണ് പോലെയാണോ ഇരിക്കുന്നത്? അല്ല, അതെന്താണ്? ഭയങ്കര വിട്ടുള്ള ഒരു മരമാണ് അല്ലേ? അത് കോണ് പോലെയല്ലേ ഇരിക്കണത്? തെങ്ങ് കോണ് പോലെയാണോ ഇരിക്കുന്നത്? കോക്കനട്ട് ട്രീ അല്ല, അത് നീളത്തിൽ ഇങ്ങനെ ഇരിക്കാനാണ് അല്ലേ? പക്ഷെ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ എന്താണ് കോണ് പോലെ ഇരിക്കണം അല്ലേ? അപ്പൊ അതേപോലത്തെ ട്രീസ് ആണ് കോണിഫറസ് ട്രീസ്. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ടൈഗ റീജിയൻ ആണ്. ടൈഗ റീജിയനിലാണ് കോണിഫറസ് ട്രീസ് കുറെ കാണാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഏതൊക്കെ സ്ഥലങ്ങളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അത് നോക്കാം. പിന്നെ അടുത്തതായി 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഐഡന്റിഫൈ ദ ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് മാച്ച് ദം അക്കോർഡിംഗ്ലി. അപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലൈമാറ്റിക് റീജിയൻസ് തന്നിട്ടുണ്ട്, അതിന്റെ ചില ഫീച്ചേഴ്സും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ദ റീജിയൻ വെയർ കോണിഫറസ് ട്രീസ് ആർ ഫൗണ്ട് ഇൻ അബണ്ടൻസ്. അത് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. കുറെ കോണിഫറസ് ട്രീസ് ഉള്ളത് എവിടെയാണ്? അത് ടൈഗ റീജിയനിലാണ്. ഓക്കെ, അപ്പൊ ഒന്നിന്റെ ആൻസർ സി ആണെന്ന് മനസ്സിലായി. ഇനി പ്ലാന്റ് ഗ്രോ ഓൺലി ഇൻ സമ്മർ. സമ്മറിൽ മാത്രമേ പ്ലാന്റ്സ് എന്ത് ചെയ്യുള്ളൂ? വളരുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമ്മറിൽ മാത്രമാണ് പ്ലാന്റ് വളരുള്ളൂ എന്ന് പറയണമെങ്കിൽ അത് ഏതാണ് റീജിയൻ? അത് ഏത് റീജിയനാ? തുന്ദ്ര റീജിയനാ. കാരണം എല്ലാം മഞ്ഞുകൊണ്ട് മൂടിയേക്കുന്നതാണ്. ക്ലിയർ അല്ലേ? അവിടെ സമ്മർ സീസൺ വന്നാലേ കുറച്ചെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഭയങ്കര ചൂട്, ഭയങ്കര കാര്യങ്ങളൊന്നും അവിടെ വരൂല. ടെമ്പറേച്ചർ ഭയങ്കര കുറവാ. അപ്പോൾ ആ സമ്മർ സീസണിൽ കുറച്ച് ചെറിയ ചെറിയ ചെടികളും പൂക്കളൊക്കെ വരുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ അത് തുന്ദ്ര റീജിയൻ. ഇനി അപ്പോൾ അത് എ ആണ്, രണ്ടാമത്തത് എ. അടുത്ത 3ാമത്താണ് ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മേഴ്സ്. ലോങ്ങും ഹ്യൂമിഡും ആയിട്ടുള്ള വേനൽക്കാലം ഉണ്ട്. ആൻഡ് ഷോർട്ട് ഡ്രൈ വിന്റർ ആർ എക്സ്പീരിയൻസ്. ഏത് റീജിയനിലാണ്? നമുക്ക് നോക്കാം. 3ാമത്തതാണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. മൺസൂൺ ക്ലൈമാറ്റിക് റീജിയന്റെ പ്രത്യേകതയാണ് ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മറും ഡ്രൈ ആൻഡ് ഷോർട്ട് വിന്ററും. അപ്പൊ അത് 3ാമത്താണ് അവിടെ വരുന്നത്. ഡി ആണ്, 3D. അവസാനമായിട്ട് 4ാമത്താണ്. 4ാമത്തെ പറയുന്നത് ഡ്രൈ സമ്മർ ആൻഡ് ഹ്യൂമിഡ് വിന്റർ എക്സ്പീരിയൻസ്ഡ്. ഇനി അവസാനമായിട്ട് ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആ ഓപ്ഷൻ ആണ് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് ബി ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ 1 സി, 2 എ ആണ്, 3ാമത്തത് ഡി ആണ്, 4ാമത്തത് ബി ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഓപ്ഷൻ ആടാ? 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏത് ഓപ്ഷനാ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നിങ്ങൾ ഈ ഓപ്ഷൻസ് എ ബി സി ഡിയിലുള്ള ഇത് മാത്രം എഴുതി വെച്ചാൽ മതി. അതല്ലാതെ ഈ ഓരോ ഫീച്ചറും എഴുതി എന്നിട്ട് അതിന്റെ നേരെ ഈ ഓരോ ക്ലൈമാറ്റിക് റീജിയൻ എഴുതി അങ്ങനെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, അത് മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നടക്കാം. പിന്നെയും വന്നിരിക്കുന്ന നോക്കിയിട്ട് ഇപ്പൊ 3ാമത്തെ പ്രാവശ്യമാണ് എന്ത് ചെയ്യണം? മാപ്പിന്റെ മാർക്കിന്റെ കാര്യം വരുന്നത്, മാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഇതേപോലെ ചോദിക്കാം. കുറെ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും 4 കാര്യങ്ങൾ ചോദിക്കാം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, 4 മാർക്കിനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തതാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇന്ത്യയില് ലൊക്കേറ്റ് ആയിട്ടുള്ള ഹോട്ട് ഡെസേർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം രാജസ്ഥാനിലുള്ള ഇതാണ്. അപ്പൊ നമുക്ക് അറിയാം താർ ഡെസേർട്ട്, താർ മരുഭൂമിയാണ് ഇന്ത്യയിലുള്ളത്. ഇനി അടുത്തത് നോക്കാം. ദ ക്ലൈമാറ്റിക് റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ലാറ്റിറ്റ്യൂഡ് ഓഫ് 55 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അത് ഏത് റീജിയൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ടൈഗ റീജിയൻ ആണ്. അവിടെ ഉള്ള അതേത് റീജിയനാ? ടൈഗ റീജിയൻ. ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. എടാ ആഫ്രിക്ക ആന ഒക്കെ ഓർക്കാൻ പറഞ്ഞില്ലേ? ആഫ്രിക്കൻ ആന എന്താണ്? സാവന്ന. ഓക്കെ, അടുത്തത് ദ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലുള്ള ഹോട്ട് ഡെസേർട്ടിന്റെ പേര്. അമേരിക്കയിലും മരുഭൂമിയുണ്ട്,
അങ്ങനെയാണെങ്കിൽ ആ മരുഭൂമിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മക്കളെ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് എഴുതാം. ഇതൊക്കെ ഓൾറെഡി പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ പേരാണ് അറ്റാക്കാമ. അറ്റാക്കാമ എന്ന് പറയും. ക്ലിയർ അല്ലേ? അമേരിക്കയിലുള്ള ഹോട്ട് ഡെസേർട്ടിന്റെ പേര്. ഇനി ഇതിപ്പോ നമ്മൾ നേരെ തിരിച്ചു ചോദിച്ചേക്കണടാ. സാധാരണയായിട്ട് നമ്മളോട് ചോദിക്കുന്നത് മാപ്പിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിപ്പോ ഇവിടെ ചോദിച്ചേക്കണത് എന്താന്ന് നോക്കിയേ. മാപ്പിൽ ഓൾറെഡി മാർക്ക് ചെയ്ത് കുറച്ച് സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഏത് റീജിയൻ ആണെന്ന് എന്ന് പറയണത് നോക്കിയേ. ഷെയ്ഡ് ചെയ്തേക്കുന്ന ഈ റീജിയൻസ് ഏത് റീജിയൻ ആണെന്നാണ്, ഇന്ത്യക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് ഏത് റീജിയൻ ആണെന്ന് നോക്കണം. രണ്ടാമത്തത് അവിടുത്തെ ക്ലൈമറ്റിന്റെ പ്രത്യേകതകൾ എന്താന്ന് നോക്കണം. രണ്ട് കാര്യങ്ങളുണ്ട്. ഏതാണ് ആ റീജിയൻ, രണ്ടാമത്തത് എന്താണ്, അത് അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ഉള്ള കാര്യമുണ്ട്. ഓക്കെ, അപ്പൊ ആ റീജിയൻ ആണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. ഇവിടെ ഇന്ത്യയൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ റീജിയൻ ഏതാ? മൺസൂൺ. നമുക്കിവിടെ മൺസൂൺ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? മഴ കിട്ടാറുണ്ട് അല്ലെ? അതെന്തുകൊണ്ടാണ്? മൺസൂൺ വിൻഡ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നതുകൊണ്ടാണ്. ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് മൺസൂൺ വിൻഡ് ഇന്ത്യയിലേക്ക് വരും. ഓഷ്യനിൽ നിന്ന് നമുക്കറിയാടാ, വിൻഡ് വരുന്ന സ്ഥലത്ത് എവിടെ നിന്നാണ് വരുന്നത്, അതിന്റെ ഒരു സവിശേഷത ആ ഒരു വിൻഡിനുണ്ടാവും. ക്ലിയർ അല്ലേ? ഇപ്പോ മരുഭൂമിയിൽ നിന്നാണ് വന്നതെങ്കിൽ അതൊരു ഡ്രൈ ആയിട്ടുള്ള വിൻഡ് ആയിരിക്കും. അതിൽ പൊടിപടലങ്ങൾ അല്ലെങ്കിൽ മണൽത്തരികളൊക്കെ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അതേസമയം കടലിൽ നിന്ന് വരുന്നതാണെങ്കിലോ മോയിസ്റ്റ് കണ്ടന്റ് ഉണ്ടാവും അല്ലേ? അപ്പൊ അതേപോലെ മോയിസ്ചർ അടങ്ങിയിട്ടുള്ള ഒരു വിൻഡാണ് ഇന്ത്യയിലേക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് മഴ കിട്ടുന്ന സമയമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ശരിക്കും ഇക്വറ്റോറിയൽ റീജിയൻസിന് അടുത്തായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഈ ഒരു വിൻഡ് നമ്മുടെ ക്ലൈമറ്റിനെ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിൽ നിന്ന് വേറെ രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനിലാണെന്ന് പറയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ റീജിയന്റെ പേരുകളാണ് നോക്കി. ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ഉള്ളത്. ഈ ഷെയ്ഡ് ഓസ്ട്രേലിയയില്, ആഫ്രിക്കയിലെ കുറച്ച് ഭാഗങ്ങള്, സൗത്ത് അമേരിക്കയിലെ കുറച്ച് ഭാഗങ്ങള്, ഓക്കെ നോർത്ത് അമേരിക്കൻ, സൗത്ത് അമേരിക്കൻ കണക്ട് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങള്, ഇവിടെയൊക്കെ ഇന്ത്യയിലെ പോലെ ഉള്ള ചില എന്തുണ്ട് ക്ലൈമറ്റുകൾ വരുന്ന ഭാഗങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്താണ് എന്തെന്ന് പറയുന്നത്? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റീജിയന്റെ പ്രത്യേകതകൾ നിങ്ങൾ നോക്കിക്കോട്ടാടാ, പറയട്ടെ. ഓക്കെ, ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മർ ആണ്. നമുക്ക് എന്താണ്, ചൂടുകാലം കൂടുതലാണ് അല്ലെ? ഷോർട്ട് ആൻഡ് ഡ്രൈ വിന്റർ ആണ്. ഷോർട്ട് ആയിട്ടുള്ള ഡ്രൈ വിന്റർ ആണ് നമുക്കുള്ളത്. ഇനി അവിടുത്തെ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ വളരെ ലോ ആയിരിക്കും. കാരണം നമുക്ക് കോസ്റ്റൽ ഏരിയാസില് വലിയ രീതിയിലുള്ള എന്ത് വരുന്നില്ല, ടെമ്പറേച്ചറിലുള്ള വേരിയേഷൻസ് വരുന്നില്ല. ക്ലിയർ അല്ലേ? പക്ഷെ ഉള്ളിലേക്ക് പോകുന്തോറും എന്ത് വരും? ഓഷൻ ഏരിയന്റെ ഇവിടെ എന്തായിരിക്കും? റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണത്. ക്ലിയർ അല്ലേ? അത് കോസ്റ്റൽ ഏരിയന്റെ അടുത്താണെങ്കിൽ നമ്മളൊക്കെ ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ അടുത്താണ് അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ റീജിയൻസ് ഏകദേശം കടൽ തീരത്തിന്റെ അടുത്താണ്. അങ്ങനെയാണെങ്കിൽ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അല്ലേ, നിങ്ങൾ പോയിട്ടില്ലേ ബീച്ചുകളിലൊക്കെ? ഏകദേശം ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറാണ് ഉണ്ടാവുക. പക്ഷേ ആ ബീച്ചിൽ നിന്ന് മാറി ഉള്ളിലേക്ക് പോകും തോറും എന്ത് ചെയ്യും? ആ ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് കൂടി വരും. മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് കൂടി വരും. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് 50 സെന്റിമീറ്റർ റെയിൻഫോൾ ടു ഏരിയാസ് റിസീവിങ് ഓവർ 1000 സെന്റിമീറ്റർ ആനുവൽ റെയിൻഫോൾ ഫൗണ്ട് ഇൻ ദിസ് റീജിയൻ. ഏകദേശം 1000 സെന്റിമീറ്റർ അടുത്ത് എന്ത് കിട്ടുന്നുണ്ട്? ആനുവൽ റെയിൻഫോൾ കിട്ടുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു കണക്ക് പറയണമെങ്കിൽ നമ്മുടെ ഡെസേർട്ട് ഉണ്ടല്ലോ, താർ ഡെസേർട്ട്, അവിടെ ഒരു വർഷം കിട്ടുന്ന മഴയേക്കാൾ കൂടുതലാണ്. അവിടെ ആ ഡെസേർട്ടിൽ, ആ മരുഭൂമിയിൽ ഒരു വർഷം കിട്ടുന്ന മഴയേക്കാൾ കൂടുതലാണ് കേരളത്തിൽ ഒരു ദിവസം കിട്ടുന്ന മഴ. ക്ലിയർ അല്ലേ? അവിടെ ഒരു വർഷം, ഇവിടെ ഒരു ദിവസം. ആ ഒരു വർഷം കിട്ടുന്ന മഴയേക്കാൾ, ആ മരുഭൂമിയിൽ ഒരു വർഷം കിട്ടുന്ന മഴയേക്കാൾ കൂടുതലാണ് കേരളത്തിൽ ഒരു ദിവസം കിട്ടുന്ന മഴ. ക്ലിയർ അല്ലേ? ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ മൺസൂൺ സീസണൊക്കെ ആണെങ്കിൽ തീർന്നു. ഇതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ വ്യക്തമായിട്ട് പഠിക്കുക, ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് പഠിക്കുക. ഓക്കെ അല്ലേ? ഇങ്ങനെയാണെങ്കിൽ along with the natural climatic changes, human interventions also cause the change in the world climate. Classify, list out the following into natural and anthropogenic. എന്താ ആന്ത്രോപോജനിക്? ആന്ത്രോപോജനിക് എന്താ അതിന്റെ അർത്ഥം? മനുഷ്യന്മാർ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അത് ഇവിടെ പറഞ്ഞ വേറെ ഒന്നുമില്ലടാ,
നാച്ചുറൽ ആയിട്ടും ക്ലൈമറ്റ് ചേഞ്ച് ആവും. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടും ക്ലൈമറ്റ് ചേഞ്ച് ആവും. ക്ലിയർ ആണ്? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കൂലേ? ഇല്ലടാ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതുമൂലവും എന്തുണ്ടാവും? ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ താഴെ തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. രണ്ടായിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നതും അതേപോലെ തന്നെ ആന്ത്രോപോജനിക്കും, മനുഷ്യന്മാര് പോലും ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് നോക്കാലോ. നാച്ചുറൽ കോസസ് എടുക്കാം ആദ്യം. നാച്ചുറൽ കോസസ് ഇതിലേതാ? ഓയിൽ മൈൻ നാച്ചുറൽ കോസസും ഉണ്ട്, പിന്നെ വരുന്നത് ആന്ത്രോപോജനിക്. ഓക്കെ, ഓയിൽ മൈനിങ്ങിൽ ഏതിലാണ് വരിക? നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഓയിൽ മൈനിങ്. നമ്മൾ പോയി കുഴിക്കണല്ലേ ചെയ്യുന്നത്, അപ്പൊ അതുമൂലം കുറെ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടാണ് ഓയിൽ മൈനിങ്. ക്ലിയർ അല്ലേ? ഓയിൽ മൈനിങ് ആണ്. ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന പോലെ ക്ലൈമറ്റിന് ചേഞ്ച് ഉണ്ടാവും. അതും മനുഷ്യന്മാരല്ലേ, നേച്ചർ സ്വയമേ മരം മുറിക്കോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഡീഫോറസ്റ്റേഷൻ വരുന്നത് ആന്ത്രോപോജനിക്. ഓക്കെ, ഇനി വരുന്നത് വോൾക്കാനിക് ഇറപ്ഷൻ. ആരെങ്കിലും വന്നിട്ട് തീയിട്ടിട്ടാണോ അത് ഉണ്ടാവുന്നത്? അല്ല, നമ്മുടെ ഭൂമിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മാഗ്മ പുറത്തേക്ക് വരുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയും. അപ്പോൾ നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. അതുമൂലം കുറെ ക്ലൈമറ്റ് ചേഞ്ചുകൾ ഉണ്ടാവാം. അപ്പോൾ അത് നാച്ചുറൽ ആണ്. അതെന്താടാ? നാച്ചുറൽ. വോൾക്കാനിക് ഇറപ്ഷൻ വരുന്നത് നാച്ചുറൽ. ഇത് നാച്ചുറൽ, ഇത് ആന്ത്രോപോജനിക്, ഇത് ആന്ത്രോപോജനിക്. ഇനി അടുത്തായിട്ട് വരുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ. പുതിയ ഇൻഡസ്ട്രികൾ കൊണ്ടുവരാ, പുതിയ ഫാക്ടറികൾ കൊണ്ടുവരാ, കുറെ മെഷീൻസ് പ്രവർത്തിപ്പിക്കുക, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയലൈസേഷൻ. ക്ലിയർ അല്ലേ? വ്യവസായവൽക്കരണം എന്ന് പറയും. അത് നാച്ചുറലി ഉണ്ടാവുന്നതാണോ? നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഉണ്ടാക്കുന്നതല്ലേ? അപ്പൊ അത് വരുന്നത് ആന്ത്രോപോജനിക്കിലാണ് വരിക. ആന്ത്രോപോജനിക്കില് ഇൻഡസ്ട്രിയലൈസേഷൻ. ഓഷ്യൻ കറന്റ്സ് അതെവിടെ വരാം? നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ഓഷ്യൻ കറന്റ്സ് നാച്ചുറൽ. അടുത്ത ചേഞ്ച് ഇൻ ദ ലാൻഡ് യൂസ്. ചേഞ്ച് ഇൻ ദ ലാൻഡ് യൂസ് വരുന്നത് എവിടെയാ? അത് ആന്ത്രോപോജനിക്കിലാണ്. ലാൻഡ് യൂസ് ചെയ്യണത് നമ്മളല്ല, നേച്ചറാണ്. സ്വന്തം ലാൻഡ് നേച്ചർ തന്നെ വിടുന്ന് ഉപയോഗിക്കും? ഇല്ല, മനുഷ്യരായ നമ്മളാണ് ലാൻഡ് യൂസ് ചെയ്യുന്നത്. പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വീട് വെക്കാനും യൂസ് ചെയ്യാറുണ്ട്, കൃഷി ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് നോക്കാറില്ല. പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചതും ലാൻഡ് നശിപ്പിച്ച്, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച്, അതൊക്കെ ബുദ്ധിമുട്ടാക്കി, അങ്ങനെ മൊത്തത്തിൽ. അപ്പോൾ ചേഞ്ച് ഇൻ ലാൻഡ് യൂസ് വരുന്നത് ആന്ത്രോപോജനിക്. അപ്പൊ ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് വലിയ രീതിയിൽ പഠിക്കാനൊന്നുമില്ല, ഒരു ലോജിക്കലി തിങ്ക് ചെയ്താൽ കിട്ടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. സിമ്പിൾ അല്ലേടാ, ഒക്കെ ചെയ്യാൻ പറ്റൂലേ? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തുന്ദ്ര റീജിയനെ കുറിച്ചുള്ള ഡാറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. തുന്ദ്ര റീജിയനിലുള്ള ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? വിന്റർ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഡിജിനസ് സെമി നൊമാഡ്സ്, അവിടെയുള്ള ആൾക്കാരെ കുറിച്ച് പേരുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ലൊക്കേഷൻ വരുന്നത് നോർത്ത് ഓഫ് ദ ആർട്ടിക് സർക്കിൾ. നോർത്ത് ഓഫ് ദ ആർട്ടിക് സർക്കിൾ ഇൻ അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്. അപ്പൊ ഈ ഭാഗങ്ങളിലായിട്ടാണ് എന്ത് കിടക്കുന്നത്? തുന്ദ്ര റീജിയൻ കിടക്കുന്നത്. നോർത്ത് ഓഫ് ആർട്ടിക്കൽ സർക്കിൾ ഇൻ അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, ഈ സ്ഥലങ്ങളിലായിട്ടാണ് അത് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിന്റർ ടെമ്പറേച്ചർ എത്ര വരെ പോകാം? ശ്രദ്ധിച്ചോട്ടടാ. -25 ഡിഗ്രി സെൽഷ്യസ് ടു -40 ഡിഗ്രി സെൽഷ്യസ്. അത്രക്ക് തണുപ്പാണ്. ക്ലിയർ ആണോ? -ഡിഗ്രിയാ തുടങ്ങുന്നത്. ഇനി അടുത്ത ഇൻഡിജിനസ് സെമി നൊമാഡ്സ് ആണ് അവിടെ ഉള്ള പേരുകൾ. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയതാണെന്ന് തോന്നുന്നു. എസ്കിമോ, ലപ്പാസ്, ഇതൊക്കെയാണ് അവിടെ ഉള്ള ആളുകളുടെ പേരുകൾ വരുന്നത്. ആ ഒരു വിഭാഗത്തിനെ വിളിക്കുന്ന പേരുകൾ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അവസാന ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിന്റെ അവസാന ക്വസ്റ്റ്യൻ. നമ്മുടെ ക്ലൈമറ്റിൽ ധാരാളം ചേഞ്ചുകൾ ഉണ്ടാവുന്നുണ്ട്. ആ ചേഞ്ചുകളിൽ പല ദൂഷ്യവശങ്ങളും ഉണ്ടാവുന്നുണ്ട്. ക്ലൈമറ്റിന് ഭയങ്കര മോശമായിട്ട് ബാധിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും വലിയ ത്രെട്ടുകളായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ഗ്ലോബൽ വാർമിംഗ്, രണ്ടാമത്തത് ഓസോൺ ഡിപ്ലീഷൻ. ഓക്കെ അല്ലേ? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ചൂട് കൂടുന്നത്. അതൊരു പ്രശ്നമാണ്. ഇവിടെ ജീവിക്കുന്നവർക്കും, മൃഗങ്ങൾക്കും, ആനിമൽസും, മനുഷ്യർക്കും എല്ലാവർക്കും പ്രശ്നമാണ്. ഓസോണും
നമ്മളെ സണ്ണിന്റെ ഹാംഫുൾ ആയിട്ടുള്ള റേസ് വരുമ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഓസോൺ ലെയർ ആണ്. ക്ലിയർ അല്ലേ? O2 എന്ന് പറയുന്നത് ഓക്സിജനും O3 എന്ന് പറയുന്നത് ഓസോണും ആണ്. അപ്പൊ ഈ ഓസോൺ ലെയറിന്റെ പണി എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് അല്ലെങ്കിൽ സണ്ണിൽ നിന്ന് വരുന്ന ഹാംഫുൾ റേസ് ഉണ്ട്, അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ അതിന് നമ്മൾ ഈ AC-യിലൊക്കെ ഉപയോഗിക്കുന്ന CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ ഒക്കെ ഉണ്ട്, അത് സ്പ്രേയിലൊക്കെ ഉണ്ടാവുന്ന അതേപോലത്തെ കാര്യങ്ങൾ നമ്മുടെ ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യാൻ കാരണമാകും. അപ്പൊ ആ വിടവിലൂടെ എന്ത് ചെയ്യും, ഈ റേസ് ഉള്ളിലേക്ക് വരാം. ഇത് നമ്മുടെ സ്കിന്നിലൊക്കെ തട്ടിയ ക്യാൻസർ ഒക്കെ വരും, ജീവികളൊക്കെ മരിച്ചു പോകും. ക്ലിയർ അല്ലേ? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ തുന്ദ്ര റീജിയനിലൊക്കെ ഉള്ള അവിടെയൊക്കെ ഉള്ളതും വലിയ വലിയ മഞ്ഞ് മലകൾ, മഞ്ഞ് കട്ടകളൊക്കെയാണ്. ഇതൊക്കെ മെൽറ്റ് ആവും, ചൂട് കൊണ്ടാൽ മെൽറ്റ് ആവുമല്ലോ. ചൂട് കൂടിക്കഴിഞ്ഞാൽ മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ ഓഷൻ, നമുക്കറിയാം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണ്, വാട്ടറാണ്. വാട്ടർ ലെവൽ കൂടും, ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും, കുറേ ജീവികൾ മരിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഇന്റൻസിറ്റി കുറക്കാൻ വേണ്ടി എന്തുണ്ട്, പല പല ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. പല പ്രോഗ്രാമുകൾ, പല കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പല പല സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫില്ല് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് നോക്കാം. ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്, ഇയർ ഉണ്ട്, പ്ലേസ് ഉണ്ട്, അവർ കൊണ്ടുവന്ന ഇന്റർവെൻഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തത് വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ 1950 അത് നിലവിൽ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്ലേസ് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിന്റെ പ്ലേസ് വരുന്നത്, ആ ഓർഗനൈസേഷൻസ് പ്ലേസ് വരുന്നത് ജനീവ എന്ന് പറയുന്ന സ്ഥലത്താണ്. ജനീവ. ക്ലിയർ അല്ലേ? അവർ ഇന്റർവെൻഷൻസ് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കാം. അടുത്തതായിട്ട് എർത്ത് സമ്മിറ്റ് ആണ്. ക്ലിയർ അല്ലേ? അടുത്തായി കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ് ആണ് എർത്ത് സമ്മിറ്റ്. അത് നിലവിൽ വന്ന വർഷം 1992 എന്ത് ചെയ്തേക്കുന്നത്, ആ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്ലേസുകളും കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഇൻവെൻഷനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇയർ തന്നിട്ടുണ്ട്, പ്ലേസ് തന്നിട്ടുണ്ട്. ആ പ്ലേസിൽ തന്നെ ആ ഇനീഷ്യേറ്റീവിന്റെ പേരുണ്ട്. നമുക്ക് നോക്കാം. അതിന്റെ പേരാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ജപ്പാനിലുള്ള ഒരു സ്ഥലമാണ് ക്യോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സമ്മേളനമാണ്, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു സമ്മിറ്റ് ആണ്. അപ്പോൾ അത് ക്യോട്ടോ പ്രോട്ടോകോൾ. ഇനി അവസാനമായിട്ട് G20 സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഇയർ 2023, ഈ അടുത്ത് നടന്നതാണ്. പ്ലേസ് വരുന്നത് ന്യൂഡൽഹി, നമ്മുടെ ഇന്ത്യയിൽ വെച്ചതാണ്. ഇനി അവസാനമായിട്ട് അതിന്റെ ഇന്റർവെൻഷൻസ് നമ്മൾ ചെയ്തിട്ടില്ല, ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾക്ക് അത് എഴുതാം. 1 Earth 1 Family 1 Future. 1 Earth 1 Family 1 Future. ഗ്രീൻ ഡെവലപ്മെന്റ്, ക്ലൈമറ്റ്, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെയും നമുക്ക് ക്ലാസ്സുകളിൽ വർക്കൗട്ട് ചെയ്യാം ധാരാളം ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്തായാലും ക്ലിയർ ചെയ്യണം. കേട്ടല്ലോ? അതൊന്നും ഡൗട്ടൊന്നും മനസ്സിൽ വെച്ച് നമ്മൾ ഇരിക്കാൻ നിൽക്കരുത്, കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ.